ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് വന്നേക്കുന്നത്, ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24th August ആണ്. 24th Augustന്റെ പ്രത്യേകത നമ്മുടെ 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 കിങ് ഓഫ് കൊത്ത റിലീസ് ചെയ്യാണ്. അപ്പൊ കിങ് ഓഫ് കൊത്ത റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം 24th August റിലീസ് ആവുന്നതെന്നുള്ളത്. അപ്പൊ ഇന്നത്തേക്ക് ഞാനൊരു കഴിഞ്ഞ ആഴ്ച ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. ഇപ്പോഴാണ് എനിക്ക് പനിയും ജലദോഷമൊക്കെ ആയത്. പക്ഷെ എന്നാലും പനിയും ജലദോഷം ആണെങ്കിലും നമ്മൾ എനർജറ്റിക് ആയിട്ട് എന്തായാലും കിങ് ഓഫ് കൊത്ത കാണാൻ പോകണല്ലോ. അപ്പം ഇപ്പം ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഓപ്പൺ ചെയ്ത ഒരു 1-2 ദിവസത്തിൽ ഞങ്ങൾ 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പം ഞാനിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. റിവ്യൂ ഒക്കെ ഞാൻ ഇവിടുന്ന് കുറച്ചൊക്കെ കേട്ടു. രാവിലത്തെ ഷോ കഴിഞ്ഞവരുടെയൊക്കെ. ഞാൻ ഇപ്പോൾ രാവിലത്തെ ഷോയ്ക്കല്ല പോയേക്കുന്നത്, ഞാൻ വൈകുന്നേരത്തെ ഷോയ്ക്കാണ്. അപ്പം അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാൻ ചെറുതായിട്ട് റിവ്യൂ കേട്ടു. പക്ഷെ നമ്മുടെ ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ പോവുകയാണ്. നമ്മൾ കിങ് ഓഫ് കൊത്ത കാണാൻ പോവാണ്. ഒന്നും നമ്മൾ മനസ്സിൽ വെക്കുന്നില്ല, നമ്മൾ കേട്ട റിവ്യൂ ഒന്നും മനസ്സിൽ വെക്കുന്നില്ല. നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത്. ബിക്കോസ് ഓൾറെഡി റിവ്യൂ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, മൈൻഡ് ബയസ്ഡ് ആയിപ്പോൾ റിവ്യൂ മോശമാണെങ്കിൽ മോശമായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും പോകുക, റിവ്യൂ നല്ലതാണെങ്കിൽ നല്ല അടിപൊളി എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ രണ്ടും ഇല്ലാണ്ട് ന്യൂട്രലായിട്ട് നമുക്ക് പോകാം ഇന്ന് സിനിമയ്ക്ക്. അപ്പോൾ ഞാൻ റെഡിയായി. ഞാനിപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടുന്ന് നമ്മൾ 4 പേരും, ഞങ്ങൾ 4 പേരുണ്ട് കേട്ടോ. ഞങ്ങൾ 4 പേരും കൂടെയാണ് സിനിമയ്ക്ക് പോകുന്നത്. അപ്പം എന്തായാലും ഇനി തിയേറ്ററിൽ വെച്ച് കാണാം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് വെച്ച് കാണാം. ഓക്കെ. തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ സ്ഥിരം ലിഫ്റ്റിൽ നിന്നുള്ള വീഡിയോ ഉണ്ടല്ലോ, അപ്പൊ ആ വീഡിയോ എടുക്കാൻ ഓർത്ത് എന്തായാലും എപ്പോഴും ഞാൻ ലിഫ്റ്റിൽ നിന്ന് വീഡിയോ എടുക്കും. അപ്പൊ പിന്നെ ഇപ്രാവശ്യം എടുക്കാം. ഇതിന്റെ എക്കോ അടിക്കുന്നത് കാരണം ഭയങ്കര സൗണ്ട് ആയിരിക്കും ഗൈസ്, പക്ഷെ സാരമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്ക് പോട്ടെ. ഓക്കെ. പോണ വഴിക്ക് തിയേറ്ററിന്റെ ഭാഗത്ത് ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. ഇതാണ് ഭയങ്കര ട്രാഫിക്കാണ്. ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വണ്ടി വന്നുകൊണ്ടിരിക്കുക ഏത് സമയം. ഞാൻ തിയേറ്ററിലേക്ക് നടന്നു വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ അറിയാവുന്ന ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റി വന്നിട്ട് പറഞ്ഞ മോളെ ഞാൻ കൊണ്ടുവിടാന്ന്. അങ്ങനെ ആൻറ്റീനെ കൊണ്ടുപോയിട്ട് ഷോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഞാൻ ആൻറ്റീനെ എപ്പോഴും കാണും, ചിരിക്കും. ഒരു 5-6 വർഷമായിട്ട് അറിയാവുന്ന കേട്ടോ. അപ്പം മര്യാദയ്ക്കൊക്കെ സംസാരിക്കുന്നതൊക്കെ ഇടയ്ക്ക്. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഞാനാണെങ്കിൽ നടന്നു വന്ന് കണ്ടിട്ട് പുള്ളിക്കാരി ആണെങ്കിൽ മോളെ ദിക്ക് കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ട്. നല്ല മനുഷ്യരുണ്ട്, അറിയില്ലേ, കണ്ടോ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ അവരുടെ അടുത്ത് എത്തി. അവരിവിടെ ഉണ്ട്, ഇപ്പോൾ വരും. ഓക്കെ. ഈ പാട്ടിന് മുന്നിൽ പോയി ഡാൻസ് കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ തിയേറ്ററിൽ ആരും ഡാൻസ് കളിച്ചില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ മുകളിലാണ് ഇരുന്നത്, ബാൽക്കണിയിലായിരുന്നു ഇരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ഞാനൊന്ന് റൂം എത്തട്ടെ. റൂം എത്തിയതിന് ശേഷം ഞാൻ അഭിപ്രായം പറയുന്നതായിരിക്കും. എന്തായാലും അഭിപ്രായം പറയാം, കാരണം ഇത്ര വീട്ടിലായി നമ്മൾ കണ്ട സിനിമയുള്ളൂ. അപ്പോൾ എന്തായാലും അഭിപ്രായം പറയണം. ഞാൻ റൂം എത്തട്ടെ ഒന്ന്. അങ്ങനെ നമ്മൾ ഫൈനലി റൂമിലെത്തി. അപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ മൂവി 3 hours പ്രോപ്പർ ഉണ്ട്, ലൈക്ക് 3 മണിക്കൂറുണ്ട്. ഐ ഫെൽറ്റ് ലൈക്ക് ഭയങ്കര ഡ്യൂറേഷൻ കൂടിപ്പോയെന്നുള്ളത്. കാരണം നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ഉണ്ടായിരുന്ന. പക്ഷേ ഒരു അടിപൊളി കമേഴ്ഷ്യൽ പടമാണ്. അതിൻ്റെതായ പാട്ടുണ്ട്, ഒബ്വിയസ്ലി മറ്റേ കലാപക്കാര പാട്ട് ഇനീഷ്യലി തന്നെ ഉണ്ട്. അതുപോലെ തന്നെ മാസുണ്ട്, അടിപിടിയുണ്ട്, ഡയലോഗ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ മാസിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ ഫെൽറ്റ് ലൈക്ക് ഫസ്റ്റ് ഹാഫ് പിന്നെ ഓക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഇച്ചിരി ലാഗ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പിടിച്ചിരുത്താൻ, നമ്മളിങ്ങനെ എപ്പോഴാണ് തീരുന്നത് എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ദുൽഖറിൻ്റെ ഒരു 3 കംബാക്ക് എങ്ങാനും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആദ്യം വരുന്നു, രാജു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ വരുന്നു എന്ന് പറയുന്ന ആദ്യം വരുന്നു, പിന്നെ രണ്ടാമത് വരുന്നു, മൂന്നാമത് വരുന്നു. അപ്പോൾ ഇതൊക്കെ മാസാണ്. പക്ഷേ ഫെൽറ്റിലേക്ക് ഇച്ചിരി ലാഗ് ഉണ്ടോ എന്നുള്ള രീതി തോന്നിയായിരുന്നു. പിന്നെ ആണെങ്കിൽ ഓവറോൾ നമ്മൾ സിനിമ നോക്കുമ്പോൾ അടിപൊളിയാണ്. ഓബ്വിയസ്ലി കമേഴ്ഷ്യൽ മൂവീസ് ഇങ്ങനെയാണ് ബിൽഡ് ആയിട്ടുള്ളത്, ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഐ മീൻ ഫിൽം മേക്കേഴ്സ് ഇങ്ങനെയാണല്ലോ കമേഴ്ഷ്യൽ മൂവീസ് ഉണ്ടാക്കുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നി ലൈക്ക് ഈ ഡയലോഗ്സ് അസ്ഥാനത്തുള്ളൊരു ഡയലോഗ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ലേ. ഇപ്പോൾ ഒരു ഭയങ്കര മാസമായിട്ട് വന്നിട്ട് അടിപൊളി BGM ഒക്കെ വന്ന് നിർത്തുമ്പോൾ ഒരു ഡയലോഗ് പറയും. ആ ഡയലോഗ് ആ സിറ്റുവേഷനിൽ ചേരുന്നൊരു ഡയലോഗ് ആയിരിക്കത്തില്ല. അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഉള്ള പോലെ എനിക്ക് തോന്നി.
പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇച്ചിരി ലാഗായിരുന്നു സെക്കൻഡ് ഹാഫ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും കിങ് ഓഫ് കൊത്ത ഐ തിങ്ക് ഭയങ്കര ഹൈപ്ഡപ്പ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഓളം ഉണ്ടാക്കി പോയി കഴിഞ്ഞുകൊണ്ട് അത്ര എക്സ്പെക്റ്റേഷൻ ആയിട്ട് പോയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ആയത്. ഇനി ചിലപ്പം എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടം ലൈക്ക് ഭയങ്കര ഇഷ്ടമായേനെ. പക്ഷെ എന്തായാലും ഐ ലൈക്ക് ദിസ് മൂവി. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ ആണ് പോയി കണ്ടത്. നിങ്ങളെല്ലാവരും പോയി കാണുക, പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ പിന്നെയും കാണാം. അപ്പം ചാച്ചാ.